കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ ലാലിൻ്റെ കഥാപാത്രം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച നിവിൻ്റെ കഥാപാത്രത്തോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. മരിക്കുവാൻ എളുപ്പമാണ്, ആർക്കും പറ്റും, ജീവിച്ച് കാണിക്കാനാണ് പാട്. ഈ ഡയലോഗ് കേൾക്കുമ്പോഴെല്ലാം ഓർമ്മയിൽ തെളിയുന്നത് അയാളുടെ മുഖം മാത്രമാണ്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യ വാചകം കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ മിന്നിമറിഞ്ഞിരുന്ന അതേ മുഖം. തൃശൂരിൽ കാനറ ബാങ്ക് ഉദ്യോഗസ്ഥനായി തുടങ്ങി ഗൾഫിലെത്തി അധ്വാനം കൊണ്ടും മാത്രം അറ്റ്ലസ് എന്ന സ്ഥാപനം കെട്ടിപ്പടുത്ത ആ മഹാമനുഷ്യൻ. UAE-യിലും കുവൈറ്റിലും സൗദിയിലുമായി 50-ലധികം ശാഖകൾ, വെള്ളിത്തിരയിൽ വൈശാലി, സുഹൃതം, ധനം തുടങ്ങിയ ക്ലാസിക് സിനിമകൾ സമ്മാനിച്ച വ്യക്തി. 2014-ൽ $100 കോടി വിറ്റുവരവുണ്ടായിരുന്ന ആ പ്രസ്ഥാനത്തെ തകർക്കുവാൻ ശ്രമിച്ചിരുന്ന ചുറ്റുമുള്ളവരുടെ കൂടെ തൻ്റെ ഒപ്പമുള്ളവരും കൂടി ചേർന്നപ്പോൾ ബിസിനസ് തകർന്ന് ജയിലിന്റെ പടിവാതിൽ ചവിട്ടേണ്ടി വന്ന വിധി തകർത്ത മനുഷ്യൻ. വിശ്വസിച്ചേൽപ്പിച്ച മാനേജർമാർ സ്വർണവും ഡയമണ്ടും തോന്നിയ വിലയ്ക്ക് വിറ്റ് തുലയ്ക്കുകയാണെന്നും നാട്ടിൽ പണി നടന്നിരുന്ന കെട്ടിടത്തിന്റെ സിമന്റും കമ്പിയും വരെ മോഷണം പോവുകയാണെന്നും ജയിലഴിക്കുള്ളിൽ നിന്ന് കേട്ടു നിൽക്കേണ്ടി വന്ന മനുഷ്യൻ. താൻ അകത്താണെന്നും തന്റെ പുറത്തുള്ള ബിസിനസ് തന്റെ മക്കൾ നോക്കി നടത്തുമെന്നും വിശ്വസിച്ച് അദ്ദേഹം ആശ്വാസം കണ്ടെത്തുമ്പോൾ ജയിലഴിക്കുള്ളിൽ തന്റെ മക്കളും അകപ്പെട്ടു എന്ന് കേട്ടു നിൽക്കേണ്ടി വന്ന മനുഷ്യൻ. എന്നിട്ടും തളരാതെ ശരീരത്തെ മാത്രമേ അവർക്ക് ജയിലിലടക്കാൻ കഴിഞ്ഞുള്ളൂ. എന്റെ മനസ്സ് ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുമെന്ന് 9 വർഷത്തെ ജയിൽ വാസത്തിന് ശേഷം പുറത്തു വന്ന നാളിൽ പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തിന്റെ നിറകുടമായി മാറിയ മനുഷ്യൻ. മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ അദ്ദേഹത്തിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് വർക്കിംഗ് ഹാർഡ് റീബിൽഡ് എന്നായിരുന്നു. അതെ, ആത്മഹത്യ ചെയ്യാൻ ആർക്കും പറ്റും. കയ്യിൽ ഒരു കൈത്തോ ബ്ലേഡിന്റെ പകുതിയോ ഉണ്ടായാൽ മതി. ജീവിക്കാൻ അതുപോരാ, നല്ല പാടാണ്.